ഹായ് കൂട്ടുകാരെ, ഇന്നൊരു അടിപൊളി ജ്യൂസായാലോ. വളരെ എളുപ്പവും എന്നാൽ വെറൈറ്റിയുമായൊരു ജ്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് ഒരു കപ്പളവിൽ പൈനാപ്പിൾ, ഒരു കപ്പളവിൽ ക്യാരറ്റ്, ഒരു കപ്പളവിൽ ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുറി നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് പൊതിൻ്റെ ഇലയാണ്. അത് നമുക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ച ക്യാരറ്റ്, അതുപോലെ പൈനാപ്പിൾ, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ആപ്പിളാണ്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അതും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ടേ. എല്ലാം ഒരേ അളവിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി പഞ്ചസാര ആവശ്യമില്ലെങ്കിൽ പഞ്ചസാര ഇല്ലാതെ അടിക്കാം. പഞ്ചസാര ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും നാരങ്ങ നീരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പുതിനയുടെ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിക്കണം. അതിൻ്റെ മുന്നേ അതിലേക്ക് നല്ല തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നല്ലവണ്ണം ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലവണ്ണം അടിച്ച് നല്ല അരിച്ചെടുത്തതാണ്. അരിക്കാതെ വേണമെങ്കിലും കുടിക്കട്ടോ. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് അരിച്ചെടുത്തതാണ്. അരിച്ചെടുത്ത ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു പുതിനടൽ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റെസിപ്പി എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.